ഇനി ഇതിനകത്ത് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. എന്നാൽ CIT എന്ന് പറഞ്ഞൊരു സംഘടന ഇവർ കൊണ്ടുവന്നെങ്കിൽ ഇവർക്കെന്തിനാണ് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഇവർ ഞങ്ങളുടെ പേര് റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് ഇച്ചിരി വീര്യം കൂടി. കാരണം അവരതിനകത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ജില്ലാ സെക്രട്ടറി ഗീതാഭായി, ഞാൻ പേരെടുത്ത് പറയുന്നു, ഗീതാഭായി പറഞ്ഞത് DPM-നോട് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ സമരത്തിന് പോകുന്ന അവരുടെ ഓണറേറിയം കട്ട് ചെയ്യാൻ. അത് DPM-ഓ മറ്റുള്ളവരെ വിചാരിച്ചാൽ ഞങ്ങളുടെ ഓണറേറിയം കട്ട് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെടുന്നു. കാരണം ഇപ്പം സത്യത്തിൽ അന്നെടുത്ത പ്രായമാണോ? ഈ 17 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കഷ്ടപ്പെട്ട പ്രായമാണോ? ഇപ്പം എല്ലാവരും രോഗികളാണ്, ഞാൻ ഉൾപ്പെടെ. പക്ഷെ നമ്മുടെ മനസ്സ് പിടിച്ചു നിർത്തിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്നേരം അന്ന് രാത്രി 12 മണിക്ക് ഞാനും ഈ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരി അനുഷമ്മയും കൂടെ 12 മണി രാത്രിക്കാണ് തീരുമാനമെടുത്തത്. എടി എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തിരുവനന്തപുരത്തേക്ക് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 11-ാം ദിവസം ആരെയും വിളിച്ചില്ല, ഒരു മനുഷ്യനെ ഞങ്ങൾ വിളിച്ചില്ല. കാരണം വിളിച്ചാൽ എല്ലാവർക്കും പേടിയാണ് പോലും. പക്ഷേ ഞാൻ പേടിയുള്ള ആളൊന്നുമല്ല. ഏത് പാദയാത്ര ഒറ്റയ്ക്ക് നടന്നു പോകാൻ ധൈര്യമുള്ളവരാണ്. പിന്നെ കോൺഗ്രസ്സുകാർ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ പോലും ഞാൻ എല്ലാവരുടെയും മതവും ജാതിയും രാഷ്ട്രീയവും നോക്കാതെ നടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാര്യം അങ്ങനെ ജീവിക്കുന്നവളാണ് ഞാൻ. അന്നേരം ആദ്യം ഉടലെടുത്തത് നമ്മുടെ ഈ ആശാ ഹെൽത്ത് അസോസിയേഷൻ വർക്കേഴ്സാണ്. അതിനോട് പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ഒരുപാട് കാശ് CIT-ക്കാർ തിന്ന് മുടിച്ചപ്പോൾ മതിയായി. കാര്യം ഞാൻ ഒരു സമരത്തിനും പോയിട്ടില്ല, ഒറ്റ സമരത്തിനും CIT-യുടെ വെള്ളം. പിന്നെ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? പോയി തിന്നോട്ടെ, സമരം കക്കാൻ പോകുന്നതല്ലേ. പക്ഷെ അവർ 6-ാം തീയതി ഒരു തീരുമാനമെടുത്ത്. എന്താണെന്നറിയാമോ? അനിശ്ചിതകാല സമരം പണിമുടക്കിയാൽ. എടാ, ഇവരുടെ ഭരണത്തിൽ ഇവർ ഭരണത്തിലിരിക്കുമ്പോൾ ഇവരൊരു ഐസ് മിഠായി തിന്നാൻ വേണ്ടി തിരുവനന്തപുരത്തും അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ ഹെഡ് ഓഫീസിലൊക്കെ പോയിരുന്നിട്ട് അവരുടെ ആനത്തലവട്ടത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവർ ഒരേസേസ് ഞങ്ങളുടെ പൈസ കൊണ്ടുപോയിട്ടാണ് ഇവർ യൂണിഫോം വരെ എടുക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് അവരെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ആശാ ഹെൽത്ത് അസോസിയേഷന് പിന്തുണ പ്രഖ്യാപിച്ച് ആ പാതിരാത്രി ഓട്ടോക്കാരനെ വിളിച്ചിട്ട് രാവിലെ 5:15 ഞാൻ മണ്ണഞ്ചേരി ആപ്പൂര് എന്ന് എൻ്റെ കൂട്ടുകാരി അനുഷമ്മനെയും കൊണ്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നത്. പക്ഷേ അന്നേരം ഞങ്ങൾ ഓർത്ത് അവിടെ ചെന്ന് തിരുവനന്തപുരത്ത് എന്ന് കണ്ട കാഴ്ച കണ്ടപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം എല്ലാ ദിവസവും വീഡിയോയിൽ ഇത് കണ്ട് ഞങ്ങൾക്കൊരു ഫോൺ എടുക്കാൻ നേരമില്ല, ഞങ്ങൾക്കൊരു പത്രം വായിക്കാൻ നേരമില്ല. കാര്യം ഫീൽഡിൽ പോയിച്ച് വന്നിട്ടുള്ള ബാക്കിയുള്ള ജോലി എല്ലാം രാത്രിയാണ്. ഭർത്താവ് പറയും, ഉറങ്ങുന്നില്ലേ ബ്രോ, ഉറങ്ങാം, ഇതൊന്ന് ചെയ്തോട്ടെ, ഇത് കിട്ടുക. വട്ടം കറങ്ങി നിൽക്കുവാണ്. ഇത് 64 ചോദ്യമാണ് ഒരു വീട്ടിൽ ഞങ്ങൾ ചോദിക്കേണ്ടത്. നേരത്തെ എൻ്റെ സഹോദരി പറഞ്ഞതുപോലെ ഈ പറയുമ്പോൾ ചില ഫോൺ ഞങ്ങൾക്ക് ഇവരൊരു ഫോൺ തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ഫോണിലാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത്. ഞാൻ അതാ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം പോയി. ഇതാണ് കളി. പിന്നെ എന്നിട്ട് പോലും ഞങ്ങൾ അതിൻ്റെ അടക്കാണ് അശ്വമേധം എന്നും പറഞ്ഞൊരു പരിപാടിയും കൊണ്ടുവന്നത്. കാരണം എന്താണ്? ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും എല്ലാം അവരുടെ പാടുകൾ നോക്കണം. ഞാൻ പോയി കുറച്ച് ചെയ്ത് 30-ാം തീയതി 30/1 തൊട്ട് ഫെബ്രുവരി 12-ാം തീയതിയാണ് കുറച്ച് ചെയ്ത്. പക്ഷേ ഞാൻ ആണിനെയും കൂടെ ഒന്നിച്ച് നോക്കിച്ച്, പെണ്ണിനെയും കൂടെ നോക്കിച്ച്. കാരണം ഇത് പറയുന്ന എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു പദ്ധതി മാത്രമേ വന്നിട്ടുള്ളായിരുന്നു, ഒരേ ഒരു പദ്ധതി. അതെന്തുവാണ്? അമ്മയും കുഞ്ഞും പദ്ധതിയാണ്. ആ അമ്മയും കുഞ്ഞും പദ്ധതി പറഞ്ഞിട്ട് ഇന്ന് 600-ഓളം പദ്ധതികളാണ് ഞങ്ങൾ വിലക്കടിക്ക് വെച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ അങ്ങനെ വിട്ടു. ശരി, ഞങ്ങൾ എല്ലാ ജോലിയും ചെയ്യാൻ സന്നദ്ധരാണ്, സർവ്വ ജോലിയും ചെയ്യാൻ സന്നദ്ധരാണ്. ഞങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചാലും ജോലി ചെയ്യാൻ സന്നദ്ധരാണ്. പക്ഷേ ഈ 21,000 രൂപ ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ, അത് പ്രഖ്യാപിച്ചേ തീരൂ. 6,000 രൂപ ഞങ്ങളുടെ വിരമിക്കൽ പെൻഷൻ, അത് 5 ലക്ഷം രൂപ ഞങ്ങളുടെ വിരമിക്കൽ പെൻഷൻ. കാര്യം തീരാറായപ്പോൾ ഇവർ പറയാണ് 62 വയസ്സായപ്പോൾ എല്ലാവരും അങ്ങോട്ട് പൊക്കിയോളാൻ. ഈ CIT-ക്കാരുടെ ആൾക്കാരും 65 വയസ്സ് വരെ ആയവരുണ്ട് ഇപ്പോഴും. എന്നിട്ടും അവർ അനങ്ങാതിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ പുറകോട്ട് പോകത്തില്ല, മുന്നോട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. മുന്നോട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അത് യാതൊരു മടിയുമില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഈ 21,000 രൂപ മേടിക്കുന്നത് വരെയും
3-ാം തീയതി നോമ്പ് തുടങ്ങിയാണ്. പക്ഷെ 3-ാം തീയതി നിയമസഭ മാർച്ചിലേക്കും ഞാൻ മുമ്പന്തിയിൽ തന്നെ ഉണ്ടായിരിക്കും. അതിന് യാതൊരു മാർച്ചയില്ല. എന്നിട്ട് എല്ലാവർക്കും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ കുറേ പേര് പോലീസുകാരാണ്. അവരോട് ഞാൻ പറഞ്ഞടാ, ഈ മയക്കും കഞ്ചാവും എല്ലാം നടന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അപ്പം അവർ പറയുന്നത് എന്തോന്നറിയാമോ പോലീസുകാർ? എടീ, ഞങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരെ ഒന്നും തൊടാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്നറിയോ? കോടതിയിലോട്ട് പോകും, ജാമ്യം എടുക്കാൻ ആളുകൾ വരും. ഇവർക്ക് ഇങ്ങനെ കാശ് കിട്ടി തന്നെ ഇങ്ങനെ ഇരുന്നാൽ മതി. എവിടെ നിന്നാണ് ഒരു ഗുളിക മേടിക്കാൻ? നിസ്സാരമായ ഒരു ഗുളിക മേടിച്ചാൽ തന്നെ രൂപ എത്രയാണ് കൊടുക്കുന്നത്? എത്ര രൂപ കൊടുക്കണം? ഞങ്ങളുടെ കേരളത്തിൽ എല്ലാ ആൾക്കാരുടെ നികുതിപ്പണം കൊണ്ടല്ലേ ഇവർ ജീവിക്കുന്നത്. 1.5 കോടി ബസ്, 1.5 കോടിയുടെ ബസ് ഉണ്ടാക്കി വന്നിട്ട് ആളുകളെ കൊണ്ടത്. എന്തുകൊണ്ട് പിണറായി സർക്കാർ ഈ കറുത്ത കാറിൽ പോകുന്നത്? ഇവരെന്താണ് വെളുത്ത കാറിൽ പോകാത്ത? എന്താണ്? കറുത്ത കാറിലാണല്ലോ പോകുന്നത്. കറുത്ത കാറിൽ മാത്രം പിന്നെ ഈ പാവപ്പെട്ട ആശാവർക്കറെ കാണാത്ത, ഈ തൊഴിലാളി വർഗത്തെ കാണാത്ത, തൊഴിലാളി വർഗം ഒന്നും പറഞ്ഞ് കേരളം ഭരിച്ച LDF എല്ലാം ശരിയാക്കും. ശരിയാക്കി എന്താണ്? എല്ലാവരുടെ കുടുംബവും തകർന്നു. ഇനി തകരാനൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ വരുമെന്നും പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ വരില്ല. ഇത്തവണ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങൾ 26,125 ആശമാരും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പറയാണ്, ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഭരണം പിടിച്ചെടുക്കും. അതിന് യാതൊരു തർക്കവുമില്ല. ധൈര്യത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. കാര്യം വാർഡിൽ എനിക്ക് ഒരുപാട് ADSന്റെ വാർഡിൽ ഒരുപാട് ഇന്നലെ രാത്രി മുതൽ കുറേ ഭീഷണിയൊക്കെ വന്നു. പക്ഷെ ഫാത്തിമ മയക്കത്തില്ല. കാര്യം ജനിച്ചാലൊരു മരണം, അതെപ്പോഴാണേലും നമുക്ക് ജനിച്ചാലൊരു മരണമുണ്ട്. അതുകൊണ്ട് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. പക്ഷെ ഞങ്ങൾ പുറകോട്ടില്ല, മുന്നോട്ട് തന്നെ. ഞാൻ ഈ അവസരത്തിൽ പറയണു, ഒരൊറ്റ ആശമാരും നമ്മുടെ ഈ ഓണറേറിയ അനുവദിക്കും.